ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് ദിവസമായി ഞാൻ റീഡിങ്സ് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ പഴയതുപോലെ ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് കഴിയുന്നില്ല. എന്തോ ഒരു ബ്ലോക്ക്. ആ ബ്ലോക്ക് കൊണ്ടാണ് എനിക്കിപ്പോൾ റീഡിങ്സ് കറക്റ്റായിട്ട് ഇടാനായിട്ട് കഴിയാത്തത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. മേ ബി കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ അകന്നു കഴിയുന്നവരായിരിക്കാം. എന്തായാലും ഇപ്പോൾ തുടങ്ങിയ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ല ഇത്. മേ ബി ഒരു 1 ഇയർ ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം ഈ ഒരു നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കായിട്ട്. എന്തായാലും ഇവിടെ രണ്ടുപേർക്കും രണ്ടുപേരെയും മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഓൾറെഡി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേർക്കും അവരുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് മുന്നോട്ട് കഴിയാൻ പോകാത്തക്ക രീതിയിൽ ആ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ സ്റ്റക്കാണ്. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യലി നിങ്ങൾ രണ്ടുപേരും ബുദ്ധിമുട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ പഴയതുപോലെയുള്ള ആ ഒരു എനർജി ഇല്ല ഈ ഒരു സമയത്ത്. എനിക്കതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഇടയിൽ സംഭവിച്ച ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടുപേരെയും വല്ലാതെ അഫക്ട് ചെയ്തതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി അത് നിങ്ങൾക്കായിരിക്കാം കൂടുതൽ ആ ഒരു സെപ്പറേഷൻ താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിട്ടുള്ളത്. കാരണം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് പോയ ഒരു വ്യക്തിയായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു പെയിൻ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെ മാത്രം മതി, എനിക്ക് ആ ഒരു വ്യക്തി മാത്രം മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ കഴിയുന്നില്ല. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അവരില്ലാത്ത ലോകത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷെ എന്നാൽ നിങ്ങൾ പഴയതുപോലെ ആ ഒരു വ്യക്തിയുടെ പുറകെ ചേസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ വിട്ടുകളയാനും പറ്റുന്നില്ല. ആ ഒരു എനർജിയാണിത്. ഇവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നല്ല കർമ്മങ്ങളായിരിക്കാം ചെയ്തിട്ടുള്ളത് ജീവിതത്തിൽ. അപ്പൊ നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തിയെ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കപ്പ് ആ ഒരു വ്യക്തിക്ക് മാത്രമേ കൊടുക്കൂ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കാം. മേ ബി നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് വരുന്നതായിട്ടാണ് എനിക്കിത് കാണുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നതായിരിക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്ന സാഹചര്യം, അത് ഏത് സാഹചര്യം ആയിക്കോട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവർ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം ആയിക്കോട്ടെ,
അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം. മേ ബി അവരുടെ കരിയർ ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, അതെല്ലാം സെറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ അരികിലേക്ക് വരാം എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നതായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജി നോക്കുമ്പോൾ. കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ആ ഒരു വ്യക്തിക്ക് വല്ലാത്ത ഒരു ഒറ്റപ്പെടലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഓർമ്മകളാണ് ആ ഒരു വ്യക്തിക്ക് ഒരു സന്തോഷം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം അവർ നിൽക്കുന്ന സാഹചര്യം അതേത് സാഹചര്യമായിക്കോട്ടെ, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. കാരണം അവർ ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടെല്ലാം ആ ഒരു വ്യക്തിക്ക് നല്ല ബോധ്യം വന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ഈ ഒരു സപ്രഷന്റെ ടൈമിലായിരിക്കാം നിങ്ങളെപ്പറ്റി കൂടുതൽ ഈ ഒരു വ്യക്തി ചിന്തിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി ഈ ഒരു വ്യക്തിയുടെ വരവെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ എങ്ങനെ ബ്രൈറ്റ് ആക്കാം നിങ്ങളുടെ കൂടെ എന്നുള്ള രീതിയിലാണ്. അതായത് നിങ്ങളുമായിട്ട് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുന്നതിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് കാർഡും അതിന്റെ കൺഫർമേഷൻ ആണ്. ഒരു ഹാപ്പി ലൈഫ്, അതല്ലെങ്കിൽ ഒരു ഹാപ്പി ഫാമിലി ലൈഫ്, അതാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത്. നെക്സ്റ്റ് കാർഡ് സൺ കാർഡാണ്. അതായത് ഒരു റീയൂണിയൻ കാർഡാണ്. അതായത് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പ്രകാശം പരത്തിയിട്ടുണ്ടായിരിക്കാം. ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ആ ഒരു പേഴ്സൺ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ വളരെയധികം മനോവിഷമം ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങളെ നഷ്ടമാക്കിയപ്പോൾ ആയിരിക്കാം ആ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ നഷ്ടമായെന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് ആ ഒരു വ്യക്തി ഇതിനോടകം തന്നെ മനസ്സിലാക്കിയതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളെ വളരെയധികം ഒരു പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഇപ്പോൾ നിങ്ങളുടെ വാല്യം മനസ്സിലാക്കുന്നു. അവർ മാറി നിന്ന സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. എന്തായാലും ഇപ്പോൾ നിങ്ങളെ വളരെയധികം മിസ് ചെയ്ത ഒരു എനർജിയാണ്. കാരണം അവരുടെ ചുറ്റും എന്തൊക്കെ സന്തോഷങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു സന്തോഷം വളരെയധികം മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ഒരു പേഴ്സന്റെ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ എന്തായാലും ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നതായിട്ട് കാണുന്നു. മേ ബി അത് നിങ്ങളുടെ ആയിരിക്കാം. ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ആണ്, ആ ഒരു എനർജിയാണിത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു പ്രതീക്ഷയുണ്ട്, അതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തി ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന അതിൽ ഒരു പ്രതീക്ഷയാണ്. കാരണം അത് തളർത്ത് വരികയാണ്. അപ്പൊ അതിൽ തന്നെ ഇയാൾ നോക്കി നിൽക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു ഹോപ്പാണ് ഈ ഒരു പേഴ്സൺ വയ്ക്കുന്നത്, അതാണ് കാണുന്നത്. ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇനി നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജ് ആണ് നോക്കുന്നത്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജ് നോക്കുമ്പോൾ അവർ നിൽക്കുന്ന സാഹചര്യം, അതായത് ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ആ ഒരു വ്യക്തി തിരിഞ്ഞു നടക്കുന്ന ഒരു എനർജിയാണ്. നമുക്ക് ആദ്യമേ അവരുടെ എനർജി കിട്ടിയായിരുന്നു. അവർ ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ചെയ്യുകയാണ് എന്നുള്ള എനർജിയാണ്. ഇപ്പോൾ അവരുടെ സോൾ മെസ്സേജിലും അത് തന്നെയാണ്, ആ ഒരു എനർജിയാണ്. അതായത് ആ ഒരു വ്യക്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ ആ ഒരു വ്യക്തി തിരിഞ്ഞു നടക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അവർ വളരെ വേഗം വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇത് കേട്ടോ. കാരണം ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് വളരെ ക്വിക്കായിട്ടുള്ള ഒരു ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഒരുപാട് പ്രതിസന്ധി ഉണ്ടെന്ന് അറിയാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ, പക്ഷെ അതിനെല്ലാം ഞാൻ മറികടക്കും എന്നുള്ള ഒരു ഉത്തമ ലക്ഷ്യബോധമുണ്ട് ഈ ഒരു പേഴ്സൺ. അപ്പം ആ ഒരു ലക്ഷ്യബോധം കൊണ്ട്
കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ആ ഒരു വ്യക്തി അത്രയ്ക്ക് നിങ്ങളിൽ അട്രാക്റ്റഡ് ആണെന്നാണ് കാണുന്നത് ഇപ്പോഴത്തെ എനർജിയിൽ. അപ്പം എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളാണ് അവരുടെ ലോകം. കാരണം നിങ്ങൾ ആണ് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് ഈ ഒരു സമയം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതാണ് അവരുടെ സോൾ മെസ്സേജ്. ഇനിയും യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? ഇവിടെ നിങ്ങൾ ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത്രയും നാൾ നിങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി അത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോബായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എത്രയും കാലം വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കാം. എന്തായാലും ഇവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തായാലും ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് കാണുന്നു. യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത് നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി വിട്ട് കളയാതിരിക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റമായിരിക്കാം അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സക്സസ് ആയിരിക്കാം അത് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പം അത് നിങ്ങൾ വിട്ട് കളയാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായിക്കോട്ടെ, മുന്നോട്ട് പോകാൻ കഴിയാത്തക്ക രീതിയിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. അല്ലെ നിങ്ങൾ ഒരു ക്രോസ് റോഡിലായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തമ്മിൽ അകന്ന് കഴിയാൻ തുടങ്ങിയിട്ട് മേ ബി ഒരു 1 year ആയിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ മന്ത്സ് ഒന്നും അല്ല നിങ്ങൾ തമ്മിൽ അകന്ന് കഴിയാൻ തുടങ്ങിയിട്ട്, കുറച്ചധികം നാളുകളായെന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് അങ്ങനെയുള്ള എനർജി ഉള്ളവർക്ക് ഇത് മാച്ച് ആവുകയുള്ളൂ ഈ റീഡിങ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തി ഇനി തിരിച്ചു വരുമോ, നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി തിരിച്ചു വരുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത് നിങ്ങളുടെ മൈൻഡിൻ്റെ കൺഫ്യൂഷൻസ് ഒഴിവാക്കും. കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണ് മൂടിക്കെട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം നിങ്ങൾക്ക് മുന്നോട്ട് തിട്ടമില്ല, എവിടോട്ട് പോകണമെന്നുള്ള തിട്ടമില്ല. അപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ഇതിന് ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കണ്ണ് തുറന്ന് മുന്നോട്ട് നോക്കൂ, നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒഴിവാക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അഡിക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നു. മേ ബി അത് ആൽക്കഹോൾ അഡിക്ഷൻസ് ആയിരിക്കാം, ഡ്രഗ് അഡിക്ഷൻസ് ആയിരിക്കാം. അപ്പം നിങ്ങളുടെ ഈ സങ്കടങ്ങളെല്ലാം മാറാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുക, അൺഹെൽത്തി അഡിക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു അഡിക്ഷനിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കാനാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ മാറ്റി വയ്ക്കുക. ഇവിടെ വന്നിരിക്കുന്ന ക്ലോസും കൂടി നോക്കട്ടെ. സെൻസിറ്റീവ്, യെസ് പോസിബിൾ, കണ്ണൂർ, കുവൈറ്റ്, കർക്കിടകം, നേച്ചർ, 1991, 38, നമ്പർ 4, പുണർദം, ഫുട്ബോൾ, 1997, 20, കുംഭം, പിങ്കള, 2002, within 48 hours, പൂരാടം,
1976 ചതയം, മ്യൂസിക്, ബട്ടർഫ്ലൈസ്, റെയിൻബോ, ഓഗസ്റ്റ്, മെഡിക്കൽ ഫീൽഡ്, 1988 നമ്പർ 17, 53 ഡൽഹി, നമ്പർ 13 ഇടുക്കി, 1990 വിശാഖം നക്ഷത്രം, തുലാം, ലെറ്റർ സി, ചെന്നൈ, ഒക്ടോബർ 1989 ബേക്കർ, ഇൻഡിഗോ, 1995 അബുദാബി, ഏപ്രിൽ, ഫെബ്രുവരി ദുബായ്, തിരുവാതിര നക്ഷത്രം, മൺഡേ 62 ഉത്രട്ടാതി നക്ഷത്രം, 1999 ലെറ്റർ ആർ, നമ്പർ 6, നമ്പർ 18 മകരം, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, 1971 നമ്പർ 14 ഇടവം, 49 ഫോട്ടോഗ്രാഫി വിത്തിൻ 72 hours ലെറ്റർ ഐ, 26 തിരുവോണം നക്ഷത്രം, 21 ഭരണി, 36 ഡിസംബർ, നമ്പർ 16 ബ്ലാക്ക് കളർ, നമ്പർ 12 വെനസ്ഡേ, ലെറ്റർ എൻ, നമ്പർ 8 വയനാട്, 1998 സെൻസിറ്റീവ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്.